സാത്താൻ സേവകർ പെൺകുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിന്റെയും പിന്നീട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന്റെയും വാർത്തകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യാപകമാകുന്നു. പെൺകുട്ടികളെ അവരുടെ കിടപ്പറകളിൽ ക്രൂരമായി ഉപദ്രവിക്കുന്ന സാത്താൻ സേവകർ ലൈംഗിക ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും പിന്നീട് അതുപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പ്രമുഖ അന്തർദേശീയ മാധ്യമമായ ഡെയിലി മെയിലാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ മാതാപിതാക്കൾക്ക് മക്കളുടെ സാത്താൻ സേവയെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആധുനിക സാത്താൻ സേവയെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്നാമത്തേത് എസ്തെറ്റിക് സാത്താനിസം, ലാവേയൻ സാത്താൻ സേവ. ലോകത്ത് ഇതാണ് ഏറ്റവും പ്രചാരമുള്ള സാത്താൻ സേവ. 1966 ആന്റൺ സാൻഡോർ ലാവെ സ്ഥാപിച്ച ചർച്ച് ഓഫ് സാത്താനാണ് ഇതിന്റെ മുഖ്യ വക്താക്കൾ. ഇവർ സാത്താനെ ഒരു യഥാർത്ഥ ദൈവമായോ പിശാചായോ ഒന്നും ആരാധിക്കുന്നില്ല. മറിച്ച് സാത്താൻ എന്നത് അഹങ്കാരം, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തി, ചോദ്യം ചെയ്യാനുള്ള കഴിവ്, മനുഷ്യന്റെ ഭൗതികമായ ആഗ്രഹങ്ങൾ എന്നിവയുടെ എല്ലാം ഒരു പ്രതീകമായാണ് ഇവർ കണക്കാക്കുന്നത്. പരമ്പരാഗത മതങ്ങൾ മനുഷ്യരെ അടിച്ചമർത്തുന്നുവെന്നും സ്വന്തം ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നുവെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും കഴിവുകൾക്കും പ്രാധാന്യം നൽകി യുക്തിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത്. ലാവയുടെ സാത്താനിക് ബൈബിളിൽ പ്രതിപാദിക്കുന്ന 9 സാത്താനിക് പ്രസ്താവനകളും 11 സാത്താനിക് നിയമങ്ങളുമാണ് ഇവരുടെ മാർഗരേഖ. മറ്റൊന്ന് തീസ്റ്റിക് സാത്താനിസമാണ്. ഈ വിഭാഗക്കാർ സാത്താനെ ഒരു ദൈവമായോ സ്വതന്ത്രനായ ഒരു രൂപമായോ അല്ലെങ്കിൽ ഒരു ശക്തിയായോ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. ക്രിസ്ത്യൻ ദൈവത്തിന്റെ എതിരാളി എന്ന നിലയിൽ മനുഷ്യനെ ലോകത്ത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നേടാനും പ്രേരിപ്പിക്കുന്ന ഒരു ദൈവമായി ഇവർ സാത്താനെ കണക്കാക്കുന്നു. പലപ്പോഴും പരമ്പരാഗത മതഗ്രന്ഥങ്ങളിലെ ആചാരങ്ങളെ ചോദ്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിന്റെ വിപരീതമായി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ, ഉദാഹരണത്തിന് കറുത്ത കുർബാന അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആചാരങ്ങളാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ ഈ കൗമാരക്കാരൻ പെൺകുട്ടിയോട് അവളുടെ പോണിടെയിൽ മുടി മുറിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഈ ചാറ്റ് റൂമിൽ 7 പേരാണ് ഉള്ളത്. മിക്ക ആൺകുട്ടികളും നിശബ്ദമായി നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഇരയായ പെൺകുട്ടിയെ മാത്രമാണ് ദൃശ്യത്തിൽ ആദ്യം കാണുന്നത്. നീണ്ട സുന്ദരമായ മുടിയുള്ള ഒരു കൗമാരക്കാരിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവൾ തറയിൽ ഇരുന്ന് കരയുകയാണ്. തുടർന്ന് കൂടെയുള്ളവരോട് മുടി മുറിക്കരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരോടൊപ്പമുള്ള ഒരു ആൺകുട്ടി അവളുടെ സങ്കടം കണ്ട് ആസ്വദിക്കുകയാണ്. നിനക്ക് 30 മിനിറ്റ് സമയം തരാം, അതിനകം പോണിടെയിൽ മുറിക്കണമെന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. തുടർന്ന് അവൾ മുടി മുറിച്ചു മാറ്റുകയും ചെയ്യുന്നു. അതിനുശേഷം മുറിച്ചു മാറ്റിയ മുടി അവളുടെ വായിൽ തന്നെ തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എല്ലാവരും ചിരിക്കുന്നതായും വീഡിയോയിൽ കാണാം. കൂടുതൽ ലൈംഗികത നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവയൊന്നും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അശ്ലീലമാണ്. ഒരു കൗമാരക്കാരിയെ സംബന്ധിച്ച് സ്വയം മുറിവേൽപ്പിച്ച് രക്തം പുരട്ടി അവളുടെ സുഹൃത്തുക്കൾ നോക്കി നിൽക്കെ ഏതോ ഒരു പൈശാചിക ആചാരം അനുഷ്ഠിക്കുന്നുവെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പെൺകുട്ടി ക്യാമറയിലൂടെ സ്വന്തം പൂച്ചയെ കൊന്ന കാര്യവും വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിലും സാത്താന്റെ അനുയായികൾ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ വ്യാപകമാവുകയാണ്. സ്വയം ഉപദ്രവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൂട്ടമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തന രീതി. പലപ്പോഴും ബ്ലാക്ക് മെയിലിംഗും ഇവർ പെൺകുട്ടികളോട് നടത്താറുണ്ട്. ഇത്തരം പ്രസ്ഥാനക്കാർ 2 കൊലപാതകങ്ങളിലും മറ്റ് കേസുകളിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുമുണ്ട്. FBI ഉൾപ്പെടെ ഇവരെ കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. കുട്ടികളെ പോലും ഇത്തരം സംഘങ്ങൾ ചൂഷണം ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ ഓൺലൈനിലൂടെയാണ് നടക്കുന്നത് എന്നത് കാരണം തന്നെ ഇവരെ പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും കൗമാരങ്ങൾ ദുരന്തങ്ങളിൽ പെടുമ്പോൾ മാത്രമാണ് വീട്ടുകാർ പോലും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും ഏറെ വൈകിട്ടുമുണ്ടാകാം. പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികളെയും കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കുട്ടികളും ഇത്തരം ചതിവുകളിൽ ചെന്ന് പെടാതിരിക്കാൻ നമുക്കും ഒന്ന് ശ്രദ്ധിക്കാം.